പ്രതികൂലങ്ങൾ, കാറ്റുകൾ, മഴ, ഭീകരമായ കൊടുങ്കാറ്റ്, മഞ്ഞ് തുടങ്ങി സകലവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നടിച്ചേക്കാം. പക്ഷേ എന്തെല്ലാം കഴിഞ്ഞാലും അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം വളരെ ആകാംക്ഷയോടെയും അതുപോലെ തന്നെ വളരെ താല്പര്യത്തോടൊക്കെ ഇന്നത്തെ വചനം കേൾക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇന്നത്തെ നമ്മുടെ ഡയറി അഥവാ സെർമൺ നോട്ട് കീപ്പർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെ ഓരോ സബ്ജക്റ്റും ഓരോ ദിവസവും സംസാരിക്കപ്പെടുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അതിൽ പറയപ്പെടുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരുവാനായിട്ട് പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവരുടെ ഒരു ഹാലലുയ കേൾക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ നമ്മുടെ ഒരു സ്പോൺസർ, ഒരു കീ സ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ മേരിക്കുട്ടിയാണ്. താങ്ക് യു. ഫെബ്രുവരി 5 മകൾ നമിതയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നമിത. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, മകൾക്ക് ദൈവഹിതപ്രകാരമുള്ളൊരു വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ തുറക്കണമേ. ഭവനത്തിലെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് വഴികൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ ഒരു കോ സ്പോൺസർ കൂടെ ഉണ്ട് നമുക്ക്. ദുബായിൽ നിന്ന് സിന്ധു റിനി ആൻഡ് റിനി മാത്യു ആണ്. താങ്ക് യു ബ്രദർ ആൻഡ് സിസ്റ്റർ. ഫെബ്രുവരി 5 റിനി മാത്യുവിൻ്റെയും അതുപോലെ സിന്ധു റിനിവിൻ്റെയും വിവാഹ വാർഷികമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഫെബ്രുവരി 14 റിനി മാത്യുവിൻ്റെ ജന്മദിനം കൂടിയാണ് നടക്കാനായിട്ട് കഴിഞ്ഞത്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ റിനി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവർ രണ്ടുപേരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 8 പുതിയൊരു കാർ അതുപോലെ തന്നെ ജോലി ലഭിച്ചതിൻ്റെയും ഒരു നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവെ അങ്ങ് പകർന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. നന്മകളാൽ അങ്ങ് മാനിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നമേ നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ബുധനാഴ്ച, അതായത് മാർച്ച് 4 ദ ഗ്യാതറിംഗ് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഹോട്ടൽ കാർത്തിക തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈകിട്ട് 6:30 മണിക്ക് നടക്കുന്ന ആ മീറ്റിങ്ങിലേക്ക് മോസ്റ്റ്ലി ഇംഗ്ലീഷിലുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അത് എല്ലാ യൗവനക്കാരായിട്ടും അതുപോലെ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കടന്നു ചെല്ലുക. ബ്രദർ നേമായ ഡാമിയനാണ് അത് ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി, ഇതിലെ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കും. നിങ്ങളുടെ ഇതിൽ തന്നെ വന്ന് കിടക്കും മെസ്സേജുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അത് കണ്ടെത്താനും ഒക്കെ. നിങ്ങൾ മിസ് ചെയ്ത് പോയാലും എന്താ പറയുക, യൂട്യൂബ് അത് മിസ് ചെയ്യാതെ നിങ്ങളിൽ കൊണ്ടുവന്ന് എത്തിച്ച് നൽകും. അതുകൊണ്ട് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ആരാധനയിലേക്കും വചന സന്ദേശത്തിലേക്കും നമുക്ക് വേഗത്തിൽ കടക്കാം. എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭയുള്ളതാ. എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭയുള്ളതാ. മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ, മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ. ആദ്യനും അന്ത്യനും
വെൽക്കം ബാക്ക്. വെൽക്കം ടു എ ഗ്ലോറിയസ് ന്യൂ വീക്ക് ഓഫ് മോർണിംഗ് ഗ്ലോറി. കർത്താവ് എല്ലാവരും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ബാക്കി പറയാമോ, ലജ്ജിച്ചില്ല. ഞാൻ നിങ്ങളെ നോക്കി പറയാം, നിങ്ങൾ നാണം കെടില്ല. ദൈവത്തിൻ്റെ പൈതലാണോ, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നയാളാണോ, നാണം കെടില്ല. ഈ ഒരാഴ്ച ഞാൻ ഉദ്ദേശിച്ചത് തിങ്കൾ മുതൽ ശനി വരെ ഒരു ദിവസം പോലും മോർണിംഗ് ഗ്ലോറി കളയരുത്. ഇത് നമ്മുടെ സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റാണ്, രാവിലെയുള്ള നമ്മുടെ നറിഷ്മെൻ്റാണ്. ഒരിക്കലും കഴിവതും ആ സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ടൈം സോണൊക്കെ വ്യത്യാസമുള്ളവർ ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും, അങ്ങനെയുള്ളവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഡയറിയിൽ ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ ഉള്ളവരൊക്കെ എടുക്കുക. ഇന്നത്തെ പേജിലേക്ക് വരിക. അതിൽ ഇന്നത്തെ മാർച്ച് 2 മൺഡേ ഫോക്കസ് വേർഡ് ഈസ് വിസ്ഡം ടു ബിൽഡ്. പണിയുവാനുള്ള ജ്ഞാനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പണിയുവാനുള്ള ജ്ഞാനം. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച മുതൽ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ സൺഡേ നൽകപ്പെടുന്ന സന്ദേശങ്ങളും ഇതിനിടയിലുള്ളതെല്ലാം ഇതിനോട് ചേർന്ന് ഇണങ്ങി വരുന്ന ചില മെസ്സേജുകളാണ്. ഇന്നലത്തേത് എത്ര പേര് കേട്ടു? കേട്ടില്ലെങ്കിൽ അത് കേൾക്കണം. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണും. വിസ്ഡം ടു ബിൽഡ്. ഫോക്കസ് വേർഡ്സ് നോക്കാം. പ്രോവർബ്സ് 24:3, സദൃശവാക്യങ്ങൾ 24:3. ബൈ വിസ്ഡം എ ഹൗസ് ഈസ് ബിൽഡ് ആൻഡ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ജ്ഞാനത്താൽ ഒരു ഭവനം പണിയപ്പെടുന്നു, വിവേകത്താൽ അത് സ്ഥിരമാകുന്നു അല്ലെങ്കിൽ സ്ഥാപിതമാകുന്നു. എൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം. ഡെക്ലറേഷൻ നോക്കുക. ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഗൈഡ്സ് മീ ടുഡേ. ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നെ നയിക്കുന്നു. എവറി ഡിസിഷൻ ഐ മേക്ക് ആഡ്സ് സ്ട്രെങ്ത് ടു വാട്ട് ഐ എം ബിൽഡിങ്. ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഞാൻ പണിയുന്നതിന് ശക്തി നൽകുന്നു. അഥവാ പണികളെല്ലാം ദൈവത്താൽ, ദൈവം നൽകുന്ന ജ്ഞാനത്താൽ ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നിലേക്ക് പോകും. അപ്പോൾ വിസ്ഡം ടു ബിൽഡ് ഇന്നത്തെ തീമിനെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ പേജ് അതനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ എല്ലാ ദിവസവും 4 കാര്യങ്ങളാണ് ആ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പേജ് 4 ആക്കി തിരിക്കുക. ആ 4 ഡോട്ട് ഇട്ടാൽ മതി. 4 ആയിട്ട് ഡിവൈഡ് ചെയ്യത്തക്ക രീതിയിൽ 3 ഡോട്ട് ഇട്ടാൽ മതി. അത്രയും ഉള്ളിൽ ഒരു പോയിൻ്റ് എഴുതി തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് പിശുക്കി എഴുതിയാലേ, കാരണം വേറെ പേജുകളില്ലല്ലോ. അപ്പോൾ പണിയുവാനുള്ള ജ്ഞാനം. ആർ യു റെഡി? നമ്പർ 1 എഴുതുക. വിസ്ഡം ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറി ലാസ്റ്റിംഗ് സ്ട്രക്ചർ. നിലനിൽക്കുന്ന ഏത് ഘടനയുടെയും അടിസ്ഥാനം ജ്ഞാനമാണ്. എന്ത് ഈ ഭൂമിയിൽ നമ്മൾ പണിതാലും അത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ജ്ഞാനമാണ്. വാവ്! കാരണം എ ഹൗസ് ഈസ് ബിൽറ്റ് നോട്ട് ബൈ എക്സൈറ്റ്മെൻറ്റ്. ആവേശം കൊണ്ടല്ല ഒരു ഭവനം പണിയുന്നത്. ആ ഭവനം പണിയാൻ ആവേശം കാണും. ബിൽഡിംഗ് ടൈംസ് ആർ എക്സൈറ്റിംഗ് ടൈംസ്. ഞാനിത് ആദ്യമായിട്ട് കേട്ടത് സിംഗപ്പൂരിൽ പാസ്റ്റർ നവോമി ഡൗഡി എന്നൊരു ലേഡി പാസ്റ്ററുണ്ട്. അമേരിക്കക്കാരി, വെള്ളക്കാരിയാണ്. അത് ഒരു വിവാഹം പോലും കഴിച്ചിട്ടില്ല. അവർ ചർച്ച് ട്രിനിറ്റി ക്രിസ്ത്യൻ സെൻറ്റർ, TCC ട്രിനിറ്റി ക്രിസ്ത്യൻ സെൻറ്റർ. ആദ്യമായിട്ട് ഒരു പുറം രാജ്യത്തേക്ക് പോകുന്ന സിംഗപ്പൂർ അന്നുണ്ടായിരുന്ന ഒരു കോൺഫറൻസിലൊക്കെ ഞാൻ ചെന്നു. അപ്പോൾ ഈ നവോമി ഡൗഡി എന്ന് പറയുന്ന ഈ പാസ്റ്ററാണിത് ചെയ്യുന്നത്. അവർ പറയുന്നൊരു കാര്യമാണ്, ചർച്ചിലൊരു വർക്ക് നടക്കുക, ചർച്ചിൻ്റെ ബിൽഡിംഗ് പണി നടക്കുന്നു. അതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ടൈം. ബിൽഡിംഗ് ടൈംസ് ആർ എക്സൈറ്റിംഗ് ടൈംസ്. 2 രീതിയിൽ. ഒന്ന്, ഒരു ചർച്ചിൻ്റെ ഹോള് പണിയുന്നു. ജനങ്ങൾക്ക് മുഴുവൻ ആവേശമാണ്. നെഹമ്യാവിൻ്റെ കാലത്തൊക്കെ നടന്ന പോലെ ജനങ്ങളിൽ ഭയങ്കര ഒരു ഉത്സാഹവും ഉണർവും ഉണ്ടാവും പണി നടക്കുന്ന സമയത്ത്. എതിർപ്പും കാണും, അത് വേറെ കാര്യം. തിരിച്ച് ചിന്തിക്കുക, ആത്മീയമായി സഭയിലൊരു ഉണർവ് നടക്കുന്നു, പുതിയ ആത്മാക്കൾ വരുന്നു, ഒരു മൂവ് നടക്കുന്നു, ഉണർവുണ്ടാകുന്നു, ജനങ്ങൾ സ്നാനമേൽക്കുന്നു, പരിശുദ്ധാത്മാവ് നിറയുന്നു, സാക്ഷ്യങ്ങൾ വരുന്നു. അതൊരു ബിൽഡിംഗ് ടൈമാണ്. ദോസ് ടൈംസ് ആർ ഓൾസോ എക്സൈറ്റിംഗ്. പക്ഷേ വെറും എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം ഒരു ബിൽഡിംഗ് പണിതാൽ
ഒരു ശുശ്രൂഷ മുന്നിലേക്ക് കൊണ്ടുപോയാൽ അത് നാളെ സ്ട്രക്ചർ ഇല്ലാതെ താഴെ പോകും. സ്ട്രക്ചർ ഉണ്ടാകണമെങ്കിൽ ജ്ഞാനം വേണം. ഞാനീ പറയുന്ന എത്ര പേര് എഴുതുന്നുണ്ട്, ഡയറിയിൽ എത്ര പേര് എഴുതുന്നുണ്ട്, എത്ര പേർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ അത് ശീലിക്കുക. ഒത്തിരി പേര് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചെയ്യാൻ തുടങ്ങി. താങ്ക് യു സോ മച്ച്. കമൻ്റ് അടിക്കുക എന്ന് പണ്ട് പറയുന്നത്, ഇത് ആ കമൻ്റ് അടിക്കലല്ല. കമൻറ്റ് സെക്ഷനിൽ ദയവായി നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിടണം. ആര് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരാൾ ഇട്ടിട്ടുണ്ടല്ലോ ഞാനിടണ്ട, അല്ലല്ല, നമ്മുടെ ഒരു സാക്ഷ്യമാണത്. ആ രീതിയിൽ കണ്ടാൽ മതി. അങ്ങനെ ഏറ്റവും മിടുക്കോടുകൂടി ഞാൻ നോക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് ചെയ്യുന്ന പലരും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ തന്നുന്നുണ്ട്. എ ഹൗസ് ഈസ് നോട്ട് ബിൽറ്റ് ബൈ എക്സൈറ്റ്മെൻറ്റ് ബട്ട് ഇറ്റ് ഈസ് ബിൽറ്റ് ബൈ വിസ്ഡം. ഒരു വീട് പണിയുന്നത് ആവേശം കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടാണ്. എല്ലാവരും ഗ്രഹിക്കുന്നുണ്ടോ? ഈ മാസം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഈ മാസം പല പണികളും തുടങ്ങും, അല്ലെങ്കിൽ പണികളുടെ അടിസ്ഥാനമിടും. വീടിൻ്റെ പണിയാകാം, കോമ്പൗണ്ട് വാളിൻ്റെ പണിയാകാം. കാരണം സൂപ്പർ നാച്ചുറൽ ബിൽഡിങ്ങിൻ്റെ ഒരു സീസൺ തുറന്നേക്കുക, ഒരു പോർട്ടൽ അങ്ങ് തുറന്നേക്കുക. അപ്പോൾ ഈ വിൻഡോ ടൈമിൽ, അതായത് മാർച്ച് മാസം എന്ന വിൻഡോ, ആ വിൻഡോ ടൈമിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കൺസ്ട്രക്ഷൻ, ചിലപ്പോൾ കമ്പനികളാകാം, സ്കൂളുകളാകാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാകാം, നിങ്ങളൊരു ബിസിനസ് സ്ഥാപനമാകാം, വീടാകാം, ഒരു റിസോർട്ടാകാം, വാട്ടെവർ, പണിയാനുള്ളതിൻ്റെ ഗ്രേസ് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു മാസമാണ്. ഐ ആം സ്പീക്കിംഗ് ദിസ് ഇൻ ദി അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ചുമ്മാ പറയുന്നതല്ല. വിസ്ഡം ഈസ് അപ്ലൈഡ് നോളജ് ഓർ ട്രൂത്ത് ഓർ ഇൻഫർമേഷൻ. നമുക്ക് കിട്ടുന്ന അറിവിൻ്റെ പ്രായോഗികതയാണ്, അല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതാണ് ജ്ഞാനം. ഒത്തിരി പേർക്ക് അറിവുണ്ട്, പക്ഷേ ആ അറിവ് ചേർപ്പിക്കുന്ന ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അറിവ് ചിലതൊക്കെ പറയില്ല, കുറച്ച് വായിച്ച് കൂടുതൽ പഠിച്ച് അയാളെ തല വലുതായി തലക്കനമായിട്ടിരിക്കുകയാണെന്നൊക്കെ പറയില്ലേ. അങ്ങനെയാകാതെ വിസ്ഡം ഈസ് അപ്ലൈഡ് ട്രൂത്ത്. ജ്ഞാനമെന്ന് പറയുന്നത് സത്യം, അല്ലെങ്കിൽ അറിവ്, അല്ലെങ്കിൽ പരിജ്ഞാനം, അതിനെ പ്രായോഗികമാക്കുന്നതാണ്. ഇറ്റ് ഈസ് നോയിങ് വാട്ട് ടു ഡു, വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. അതായത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതാണ് ജ്ഞാനം. അതാണ് പലർക്കും ഇല്ലാത്തത്. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5, യാക്കോബിൻ്റെ ലേഖനം 1:5, ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം യു ഷുഡ് ആസ്ക് ഗോഡ്. ഒരുവന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ. അപ്പോൾ ജ്ഞാനം കിട്ടാനുള്ളൊരു വഴി എന്താണ്? ദൈവത്തോട് നേരിട്ട് ചോദിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഉള്ളിൽ ജ്ഞാനം നൽകണം. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ ഉള്ളിൽ ജ്ഞാനം നൽകണമേ, ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ നൽകണമേ. വാവ്. പ്രോവർബ്സ് 4:7, സദൃശവാക്യങ്ങൾ 4:7, അതിൽ പറയുന്നത് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം ഈസ് ദിസ്, ഗെറ്റ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ ആരംഭം ഇതാകുന്നു, അതുകൊണ്ട് ജ്ഞാനം പ്രാപിക്കുക, തേടുക. മാത്യു 7:24, മത്തായിയുടെ സുവിശേഷം 7:24, ദ വൈസ് മാൻ ബിൽറ്റ് ഹിസ് ഹൗസ് ഓൺ ദ റോക്ക്. അവിടെ ജ്ഞാനിയായ മനുഷ്യൻ പാറമേൽ വീട് പണിതു. അപ്പോൾ എല്ലാ പണികളും ജ്ഞാനത്തോടുകൂടെ ദീർഘകാലം നിലനിൽക്കേണ്ടതിന് പണിയപ്പെടുന്ന എല്ലാ പണികളും പാറയുടെ മുകളിലായിരിക്കും പണിയുന്നത്. സ്പിരിച്വലി സ്പീക്കിംഗ്, ഈ പാറ ക്രിസ്തുവാണ്. യുഗങ്ങളുടെ പാറ, ദ റോക്ക് ഓഫ് ഏജസ് എന്നാണ് കർത്താവിനെ വിളിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പണിയും നടക്കേണ്ടത് പാറപ്പുറത്താണ്. ഓക്കെ, ഈ പാറമേലാണ് വീട് പണിയേണ്ടത്. മെനി സ്റ്റാർട്ട് ബിൽഡിംഗ് വിത്ത് പാഷൻ ബട്ട് ഫ്യൂ ബിൽഡ് വിത്ത് വിസ്ഡം. ഒത്തിരി പേരും ഭയങ്കരമായ തീവ്ര ആവേശത്തോടുകൂടെ പണികളൊക്കെ തുടങ്ങുമെങ്കിലും ജ്ഞാനത്തോടുകൂടി പണിയുന്നവർ കുറവാണ്. ജ്ഞാനത്തോടുകൂടി പണിയുന്നവർ അവരുടെ കാലശേഷവും തലമുറകൾക്ക് ശേഷം ആ പണി അവിടെ ഉണ്ടായിരിക്കും. അതായത് സുവിശേഷം 7-ാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ, ഈ മണലിന്മേൽ ഒരാൾ വീട് പണിതു, പാറമേൽ ഒരാൾ വീട് പണിതു. മണലിന്മേൽ വീട് പണിത മനുഷ്യൻ്റെ പണി വേഗത്തിൽ കഴിഞ്ഞു.
വേഗത്തിൽ ഹൗസ് വാമിങ്, അതിഥികളെല്ലാം വന്നു, എല്ലാവർക്കും വലിയ സൽക്കാരമുണ്ടായി, അവർ കയറി താമസിച്ചു. പക്ഷെ പാറമേൽ വീട് പണിത മനുഷ്യൻ ഒത്തിരി സമയമെടുത്തു. അത് കുഴിച്ച് പാറ തുരന്ന് അടിസ്ഥാനമിട്ട്, ഇന്നത്തെ രീതിയിലാണെങ്കിൽ പൈലിങ്ങൊക്കെ നടത്തി പതുക്കെ എൻ്റെ ഫുട്ടിങ്ങെല്ലാം ഇട്ട് പണിത് വന്നു. ഇയാൾ താമസിച്ച് 2-3 കൊല്ലമായിട്ട് ഇവിടെ പണി നടക്കുന്നുള്ളൂ. ഒത്തിരി താമസിച്ചു. പക്ഷേ സീസൺ മാറി. ഭയങ്കരമായ മഴക്കാലവും വെള്ളപ്പൊക്കവും കാലവർഷവും എല്ലാം കൂടി വന്ന സമയത്ത്, കാറ്റടിച്ച സമയത്ത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പുറത്തെ അയൽവക്കക്കാരനില്ല. മണലിന്മേൽ വീട് പണിത മനുഷ്യൻ്റേത് അങ്ങനെ തന്നെ ഒലിച്ചേ പോയി. പക്ഷെ ഇതതുപോലെ തന്നെ ഒന്നും ഇളകി പറയാതെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ നോക്കി പറയാം. നിങ്ങളുടെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ, കാറ്റുകൾ, മഴ, ഭീകരമായ കൊടുങ്കാറ്റ്, മഞ്ഞ് തുടങ്ങിയ സകലവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നടിച്ചേക്കാം. പക്ഷേ എന്തെല്ലാം കഴിഞ്ഞാലും അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ പണിയുന്നത് അടിസ്ഥാനമിട്ടാണോ? ഞാൻ പണിയുന്നത് ജ്ഞാനത്തോടു കൂടെയാണോ? മാത്രമല്ല, എൻ്റെ പണി ഒരു വെളിപ്പാടിൻ്റെ മേലാണോ, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് പണിയുവാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ദാറ്റ് മീൻസ്, ഈസ് ദർ ഐ എം ബിൽഡിംഗ് റെസ്റ്റിംഗ് ഓൺ റെവലേഷൻ ഓർ റിയാക്ഷൻ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോയിന്റ് നമ്പർ 2, അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റാബ്ലിഷസ് വാട്ട് വിസ്ഡം ബിഗിൻസ്. അടുത്തൊരു കാര്യം നമുക്ക് വേണ്ടതാണ് വിവേകം. അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റാബ്ലിഷസ് വാട്ട് വിസ്ഡം ബിഗിൻസ്. ജ്ഞാനം ആരംഭിക്കുന്നത്, സ്ഥാപിച്ചെടുക്കുന്നത് വിവേകമാണ്. വിവേകമുണ്ടെങ്കിലേ ജ്ഞാനത്തോടുകൂടി അടിസ്ഥാനമിടുന്ന ഒരു പണി സ്ഥായിയായി സ്ഥിരമായി നിലകൊള്ളുകയുള്ളൂ. അപ്പോൾ ഈ പണി എന്ന് പറയുമ്പോൾ ചുമ്മാ പണിയും മാത്രമല്ല, അതിനപ്പുറത്ത്, കാരണം ഈ നമ്മുടെ ഇന്നത്തെ ഫോക്കസ് വേഴ്സിൽ ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. വിവേകത്താൽ അത് സ്ഥിരമാകുന്നു. അപ്പോൾ സംഭവിക്കുക ഇത്രയേ ഉള്ളൂ. വിസ്ഡം നമുക്ക് ആവശ്യമാണ്, അപ്പോൾ തന്നെ വിവേകവും നമുക്ക് ആവശ്യമാണ്. അണ്ടർസ്റ്റാൻഡിങ് മീൻസ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച, അകത്തോട്ട് നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്ത് കാണുന്നതാണ്. മീനിങ് സീയിങ് ഹൗ തിങ്സ് വർക്ക് ബിനീത്ത് ദ സർഫസ്. കാണാമറയത്ത് എങ്ങനെ കാര്യങ്ങൾ പോകുന്നു. നമ്മൾ കാണുന്ന മാത്രമല്ല, കാണാമറയത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബാക്ക് എൻഡിൽ പലതും നടക്കുന്നുണ്ട്. പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുന്നതാണ് വിവേകം. എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവ് എന്നെ വിവേകത്താൽ നിറയ്ക്കണമേ. കൊലോസ്യ ലേഖനം 1:9 വായിച്ച് നോക്കാമോ? ഫിൽഡ് വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ ത്രൂ ഓൾ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കൊലോസ്യ ലേഖനം 1:9 ഫിൽഡ് വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ. അവൻ്റെ പരിജ്ഞാനത്താൽ നിറയപ്പെട്ട്, ത്രൂ ഓൾ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതുകൂടാതെ ആത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും കൊണ്ട് നിങ്ങൾ നിറയണം. അപ്പോൾ 3 അവിടെ വന്നിട്ടുണ്ട്, ശരിയല്ലേ? 3 വന്നിട്ടുണ്ട്: ജ്ഞാനം, പരിജ്ഞാനം, വിവേകം. 127 സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ, അൺലെസ് ദ ലോർഡ് ബിൽഡ്സ് ദ ഹൗസ് ദ ബിൽഡേഴ്സ് ലേബർ ഇൻ വെയിൻ. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. എത്രയോ വീടുകൾ പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട്. കർത്താവ് പണിതാലെ പൂർത്തിയാകും. എത്രയോ മനുഷ്യരെ ഞാൻ കണ്ടിട്ട്, അവർക്ക് പണമുണ്ട്, അവർക്ക് സ്ഥലമുണ്ട്, പക്ഷേ ഒരു വീട് പണിയാൻ കഴിയുന്നില്ല. തടസ്സങ്ങൾ. ലോജിക്കലി എന്താ തടസ്സം? പക്ഷേ സാധിക്കുന്നില്ല. തടസ്സങ്ങൾ. ചില ആളുകളുടെ പ്രത്യേകത, അവർ എടുത്തു ചാടി ചിലവ് ചെയ്യും, സമയത്തിന് മുമ്പേ ചെയ്യും, ദൈവത്തെ ഓവർടേക്ക് ചെയ്ത് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത്, അവർക്ക് അത് സ്ഥിരപ്പെടുകയില്ല, ആ പണികൾ സ്ഥിരമാകുകയില്ല. ഉദാഹരണത്തിന്, ഒത്തിരി പേര് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ അവരൊരു വീട് വെച്ച ശേഷം ആദ്യത്തെ ദിവസം വലിയ സന്തോഷമായിരുന്നു. എല്ലാവരും കൂടി വന്ന് ഹൗസ് വാമിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഗിഫ്റ്റ്, ഒരാൾ ക്ലോക്ക് കൊണ്ടുവന്നു, ഒരാൾ ഒരു ബക്കറ്റ് മേടിച്ചുകൊണ്ടു, അല്ലെങ്കിൽ ഒരാൾ പാത്രം കൊണ്ടുവന്നു, പ്രഷർ കുക്കർ കൊണ്ടുവന്നു, മിക്സി കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷം. പക്ഷേ ആ വീട്ടിൽ അതിന് ശേഷം സ്വസ്ഥതയോടെ കിടന്നിട്ടില്ല. EMI അടക്കണം. അപ്പോൾ സംഭവിച്ചത്, അവിടെ എങ്ങനെയൊക്കെയോ തരപ്പെടുത്തി ലോൺ എടുത്ത് വീട് പണിതു. പക്ഷേ അതിന് ശേഷം ലോൺ അടക്കാൻ പറ്റുന്നില്ല. കാൽക്കുലേഷനുകൾ തെറ്റുന്നു. അടുത്ത മാസം അടക്കാം, അടുത്ത മാസം എങ്ങനെയെങ്കിലും പിടിച്ചടക്കാം,
പിന്നത്തെ മാസം പിശുക്കി അടക്കാമെന്ന് ചിന്തിച്ചാലും അതടക്കാതെ ബാങ്കിൽ നിന്ന് കോൾ വരുന്നു, പിന്നെ നോട്ടീസുകളായി, കുറേ കഴിയുമ്പോൾ അത് ജപ്തി നോട്ടീസായി വലിയ പ്രശ്നങ്ങളായി മാറുന്നു. അപ്പോൾ അവിടെ ഉപയോഗിക്കാതിരുന്നത് ജ്ഞാനം ഉപയോഗിച്ചില്ല, വിവേകം ഉപയോഗിച്ചില്ല. അവസാനം സംഭവിക്കുന്നത് ചിലപ്പോൾ ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ ഇത് വിൽക്കേണ്ടി വരുന്നു. വിൽക്കുമ്പോൾ നല്ല വില കിട്ടുമോ? ജപ്തിയിൽ കിടക്കുന്ന വീടിന് പലപ്പോഴും വില കൽപ്പിക്കില്ല. ബാങ്ക് തന്നെ ചിലപ്പോൾ ഓപ്ഷനിലിടും. അവസാനം ഉണ്ടായിരുന്നതും എല്ലാം കൂടി നഷ്ടപ്പെട്ട് പണയത്തിനോ വാടകയ്ക്കൊക്കെ പോകേണ്ട അവസ്ഥകൾ വരും. ഇതിൻ്റെ കാരണം കണക്ക് കൂട്ടലുകൾ കൃത്യമായ രീതിയിലല്ല പോയത്, ജ്ഞാനം ഉപയോഗിച്ചില്ല. അങ്ങനെയുള്ള പലർക്കും ഞാൻ ബുദ്ധിയുപദേശം കൊടുത്ത് ഇന്ന രീതിയിലേക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുറത്ത് വരാം. അപ്പോൾ ചിലരോടൊക്കെ ഞാൻ പറയും, വേറെ ഒരു നിവൃത്തിയിൽ വിറ്റുകളാണ്, എന്നിട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇതിനേക്കാൾ നല്ല വീട് ദൈവം തരും. പക്ഷേ പലരും അതിന് തയ്യാറാവില്ല. കാരണം ഇതുവരെ ഇത്രയും കഷ്ടപ്പെട്ടത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഇനി കിട്ടും. എൻ്റെ കുഞ്ഞെ, ഇതിനേക്കാൾ വലുത് തരാൻ ഈ അഖിലാണ്ടത്തിൻ്റെ കർത്താവ് കൈ വലുതാണ്, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അവിവേകത്തിലും അജ്ഞാനത്തിലും ചെയ്തത് തിരുത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ പെട്ടെന്ന് ബുദ്ധി കാണിച്ച് അവർ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് കയറി പോരുന്നവരുമുണ്ട്. അപ്പോൾ സാഹചര്യം അനുസരിച്ചും ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചൊക്കെ വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എ ട്രീ ഗ്രോസ് അപ്വേർഡ് ഓൺലി ബിക്കോസ് ഇറ്റ്സ് റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ്. ഒരു വൃക്ഷം മുകളിലേക്ക് വളരുമ്പോൾ നമ്മൾ എന്തോർക്കണം? താഴേക്ക് വേരുകൾ പോകുന്നുണ്ട്. താഴേക്ക് വേരുകൾ പോകുന്നത് കൊണ്ടാണ് വൃക്ഷത്തിന് മുകളിലേക്ക് വളരാൻ കഴിയുന്നത്. അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഏത് പണിക്കും എന്താവശ്യമാണ്? താഴേക്കും മുകളിലേക്കും ഒരു വളർച്ച ആവശ്യമാണ്. ചിലത് ഡെപ്തിലേക്ക് വളരെ വിവേകത്തോടുകൂടി അടിസ്ഥാനമിടണം. അപ്പോൾ ഏതൊരു വീടിനും ആഴെക്കുഴിച്ച് എന്ന് പറയുന്ന പോലെ താഴേക്കൊരടിസ്ഥാനമുണ്ട്. അത് നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, ഫാമിലി ലൈഫ്, ഫ്രണ്ട്ഷിപ്സ്, കരിയർ, പ്രൊഫഷൻ, ബിസിനസ്, മിനിസ്ട്രി, ചേർച്ച്, ഏതെടുത്താലും ഇത് ആവശ്യമാണ്. In other words, if you want longevity in ministry, marriage, business or calling, you have to seek understanding. ശുശ്രൂഷ, ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് മേഖല, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ദീർഘായുസ് വേണമെങ്കിൽ, പല കാലങ്ങളെയും അതിജീവിച്ച് ഇത് നിലനിൽക്കണമെങ്കിൽ എന്താണ് ആവശ്യം? വിവേകം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിവേകം. അപ്പം ഞാൻ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു, വിവേകത്തെക്കുറിച്ച് പറഞ്ഞു. നമ്പർ 3 എഴുതുക. വിസ്ഡം ഈസ് എ ഡെയിലി ഡിസിഷൻ, നോട്ട് എ വൺ ടൈം ഈവൻറ്റ്. ജ്ഞാനം എന്ന് പറയുന്നത് ദിവസം തോറും എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്, നോട്ട് എ വൺ ടൈം ഈവൻറ്റ്. ഒരു സമയത്ത് നടക്കുന്നൊരു സംഭവമല്ല. ജ്ഞാനം ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, ദിനം പ്രതി എടുക്കുന്ന തീരുമാനങ്ങളാണ്. ബിക്കോസ് യു ഡോണ്ട് ബിൽഡ് എ ഹൗസ് ഇൻ വൺ ഡേ. ഒരു ദിവസം കൊണ്ടല്ലല്ലോ സാധാരണ വീട് പണിയുന്നത്. യു ഡോണ്ട് ബിൽഡ് എ ലൈഫ് ഇൻ വൺ ഡിസിഷൻ. ഒരു തീരുമാനം കൊണ്ടല്ല ഒരു ജീവിതം പണിയുന്നത്. എപ്പോഴും നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണം. ആ തീരുമാനം ജ്ഞാനത്തോടുകൂടി എടുത്തില്ലെങ്കിൽ ജീവിതം പല ദിശകളിലേക്ക് തിരിഞ്ഞ് ചിലതൊക്കെ തകർന്നു പോകും. അപ്പോൾ എവറി ഡേ യു ലേ ബ്രിക്സ്. ഇപ്പോൾ പണിയുന്ന സമയത്ത്, കെട്ടിടം പണിയുന്ന സമയത്ത് ഓരോ ദിവസവും ലെയറായി ബ്രിക്കുകൾ, അല്ലേ, ഇഷ്ടികകൾ മുകളിൽ പണിതാ പോകുന്നത്. ഈ ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? വേർഡ്സ്, ചോയ്സസ്, റിയാക്ഷൻസ്, ഹാബിറ്റ്സ്. നമ്മൾ പറയുന്ന വാക്കുകൾ അതിൽപ്പെട്ടിട്ടുണ്ട്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അതിൽപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ പ്രതികരണങ്ങൾ അതിൽപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ സ്വഭാവങ്ങൾ അതിൽപ്പെട്ടിട്ടുണ്ട്. Proverbs 16 and verse number 3, സദൃശവാക്യങ്ങൾ 16:3, commit to the Lord whatever you do, he will establish your plans. നീ ചെയ്യുന്നതെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവൻ നിൻ്റെ ആ പദ്ധതികളെ, വഴികളെല്ലാം സ്ഥിരപ്പെടുത്തും. എഫീസ്യ ലേഖനം 5:15-16, Ephesians 5:15 and 16 പറയുന്നത്, ബി വെരി കെയർഫുൾ ദെൻ ഹൗ യു ലിവ്. നിങ്ങളെങ്ങനെ ജീവിക്കുന്നുവെന്ന് കരുതിക്കൊള്ളുവിൻ. നോട്ട് ആസ് അൺവൈസ് ബട്ട് ആസ് വൈസ്. ജ്ഞാനമില്ലാത്തവരായിട്ടല്ല, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനമുള്ളവരായി തന്നെ. വാവ്. ലൂക്ക് 16 and verse number 10, ലൂക്കോസിൻ്റെ സുവിശേഷം 16:10, whoever can be trusted with very little can also be trusted with much.
ആരെ നമുക്ക് അത്യല്പത്തിൽ വിശ്വസിക്കാമോ അയാളെ അധികത്തിലും വിശ്വസിക്കാൻ കഴിയും. കൊച്ചു കാര്യങ്ങളിൽ പോലും അത് ശ്രദ്ധിക്കണമെന്ന്. കാരണം വിസ്ഡം ഷോസ് അപ്പ് ഇൻ സ്മോൾ ഡെയിലി ഡിസിപ്ലിൻസ്. കാരണം ജ്ഞാനം വെളിപ്പെടുന്നത് എവിടെയാണെന്ന് അറിയുമോ? എല്ലാ ദിവസവും ചെയ്യുന്ന കൊച്ചു കൊച്ച് അച്ചടക്കങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ഡിസിപ്ലിൻസിലാണ് ജ്ഞാനം വെളിപ്പെടുന്നത്. ബിക്കോസ് എ മാസ്റ്റർ ബിൽഡർ മെഷേഴ്സ് ട്വൈസ് ആൻഡ് കട്ട്സ് വൺസ്. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു മുഖ്യശില്പി ചെയ്യുന്നത് 2 പ്രാവശ്യം അളക്കും, 1 പ്രാവശ്യം മുറിക്കും എന്ന് വെച്ച് 2 പ്രാവശ്യം അളക്കും എന്ന് പറഞ്ഞാൽ കൃത്യമാണോ ഇത്ര ഇഞ്ച് ഇന്ന സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്യണമെന്നുള്ളത് 1 പ്രാവശ്യം ടേപ്പ് വെച്ച് നോക്കി, ഒന്നുകൂടി വെച്ച് കൃത്യമാണോ എന്ന് നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. കട്ട് ചെയ്ത ശേഷം അളന്നാൽ ചിലപ്പോൾ അത് മൊത്തം നഷ്ടപ്പെട്ടെന്നിരിക്കും. സോ കൺസൾട്ട് ഹെവൻ ബിഫോർ യു കമ്മിറ്റ്. അതുകൊണ്ട് സ്വർഗത്തോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്, ദൈവത്തോട് ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കരുത്. നമ്പർ 4, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ബിൽഡ്സ് വാട്ട് ഹെൽ കനോട്ട് ബ്രേക്ക്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് പണിയുന്നത് നരകത്തിന് ഒരിക്കലും തകർക്കാൻ സാധ്യമല്ല. ഹ്യൂമൻ ഇൻ്റലിജൻസ് ക്യാൻ കൺസ്ട്രക്റ്റ്. മനുഷ്യബുദ്ധിക്ക് പലതും പണിയാൻ കഴിഞ്ഞേക്കാം, ബട്ട് ഓൺലി ഡിവൈൻ വിസ്ഡം ക്യാൻ പ്രിസർവ്. ബുദ്ധി കൊണ്ട് പലതും പണിയും, പക്ഷേ ജ്ഞാനം കൊണ്ട് മാത്രമേ അതിനെ സംരക്ഷിക്കാൻ കഴിയൂ. 1 കൊരിന്ത്യർ 3:10, 1 Corinthians 3:10 പറയുന്നത്, ബൈ ദ ഗ്രേസ് ഗോഡ് ഹാസ് ഗിവൻ മീ ഐ ലേഡ് എ ഫൗണ്ടേഷൻ ആസ് എ വൈസ് ബിൽഡർ. കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഐസയ 33:6 പറയുന്നത്, ഹി വിൽ ബി the sure foundation for your times, a rich store of salvation and wisdom. അവൻ നിങ്ങൾക്ക് ഒരു സുസ്ഥിരമായ അടിസ്ഥാനമായിരിക്കും. മാത്രമല്ല രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും ഒരു സമ്പന്നമായ ഒരു പാണ്ഡികശാല നിക്ഷേപമായിരിക്കും. പ്രോവബ്സ് 3:19, സദൃശവാക്യങ്ങൾ 3:19, ബൈ വിസ്ഡം ദ ലോർഡ് ലെയ്ഡ് ദ എർത്ത്സ് ഫൗണ്ടേഷൻസ്. ജ്ഞാനത്താലാണ് ദൈവം തന്നെ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടത്. അപ്പോൾ ദൈവം പോലും പണിയുന്നത് ജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനമാണ് അടിസ്ഥാനം. സോ വെൻ ഗോഡ് ഗിവ്സ് വിസ്ഡം ഹി ഗിവ്സ് ഡ്യൂറബിലിറ്റി. ജ്ഞാനം തരുമ്പോൾ അതോടൊപ്പം ഡ്യൂറബിലിറ്റി കൂടെ കർത്താവ് തരുന്നത്. ഡ്യൂറബിളായിരിക്കും. അത് ഏത് പരിതസ്ഥിതിയിലും ഏത് കാലാവസ്ഥയിലും അത് നിലനിൽക്കും. ഞാൻ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്, കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊടുങ്കാറ്റടിക്കുമ്പോൾ ആ പ്രദേശത്തെ എല്ലാ വീടുകൾക്കും ഒരേ കൊടുങ്കാറ്റടിക്കുന്നത്. പക്ഷേ ദ ഡിഫറൻസ് ഈസ് നോട്ട് ദ സ്റ്റോം, ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ. കൊടുങ്കാറ്റിലല്ല വ്യത്യാസം, ഉണ്ടാക്കിയിരിക്കുന്ന ഘടന എത്ര സ്ട്രോങ് ആണ്, അതിലാണ് പണികൾ നിലനിൽക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വചനം ഞാനെടുത്ത് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്ന സമയത്ത് അദൃശ്യമായി ആത്മമണ്ഡലത്തിൽ കേൾക്കുന്നുണ്ടോ, ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇമ്പാർട്ടേഷൻ നടക്കും. അതെൻ്റെ ഗുണമൊന്നുമില്ല, ഈ വചനമാണ് പറയുന്നത്. യോഹന്നാൻ 6:63 പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദർ ഈസ് സ്പിരിറ്റ് ആൻഡ് ലൈഫ് ഇൻ ദ വേർഡ്സ് ദാറ്റ് ഐ ഹാവ് സ്പോക്കൺ ടു യു. അപ്പം ഞാൻ പറയുന്ന ഈ വചനങ്ങളിൽ ദൈവവചനം ആയതുകൊണ്ടാണ് പറയാം, എൻ്റെ വചനമല്ലല്ലോ. ഈ വചനത്തിനകത്ത് എന്തുണ്ട്? സ്പിരിറ്റ് ലൈഫ്, ആത്മാവുണ്ട്, ജീവനുണ്ട്. എൻ്റെ അർത്ഥം അത് റിലീസ്ഡ് ആവും. അപ്പോൾ ഇന്നിത് കേൾക്കുന്ന, ഇത് കുറിക്കുന്ന, ഇത് കമൻറ്റ് സെക്ഷനിൽ ഇടുന്ന എല്ലാവരെയും ദൈവം അറിഞ്ഞോ അറിയാതെ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മോർണിംഗ് ഗ്ലോറി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ജ്ഞാനം പ്രാപിക്കാൻ, വിവേകം പ്രാപിക്കാൻ, പരിജ്ഞാനമുണ്ടാകാൻ താല്പര്യമുണ്ട് എന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ കട്ടൻ ചായ കുടിച്ച് ഒരു പത്രവും വായിച്ച് ടോയ്ലറ്റിലേക്ക് ഒന്ന് പോയി കുളിച്ച് റെഡിയായി എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് ജോലിക്ക് പോയി തിരിച്ചു വന്ന് അങ്ങനെ ഒരു ജീവിതം ജീവിച്ചേനെ. പക്ഷേ ഇത് കാണുന്നു എന്നത് തന്നെ എന്തിൻ്റെ തെളിവാണ്? എനിക്ക് ജ്ഞാനം വേണമെന്ന് പറയുന്നതിൻ്റെ തെളിവാണ്. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലെടുക്കുന്ന ചുവടുകൾ, നമ്മുടെ ലൈഫിൻ്റെ പണി, മറ്റുള്ളവരെ ചേർത്ത് പണിയുന്നത്, ഇതെല്ലാം നമുക്ക് വളരെ ജ്ഞാനത്തോടെ, വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ ചെയ്യാം. ഈ ആഴ്ചയിൽ
ഇതിനോട് കണക്ട് ചെയ്തുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. ഈ ഒരു മാസം മൊത്തം ഇതിനു വേണ്ടി എന്നൊരു സൂപ്പർ നാച്ചുറൽ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. സൂപ്പർ നാച്ചുറൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു നാച്ചുറൽ, സാധാരണ എല്ലാവരും ചെയ്യുന്ന ബിൽഡിംഗ്, അതിനപ്പുറത്ത് അതിഭയങ്കരമായൊരു പണിയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രാർത്ഥിക്കട്ടെ, കൈനീട്ടം. കർത്താവേ, ഇത് കേട്ട എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ, കൃപ കൂടെ ഇരിക്കട്ടെ. ഈ ജ്ഞാനത്താൽ എല്ലാവരും നിറയ്ക്കണമേ, വിവേകത്താൽ നിറയ്ക്കണമേ, പരിജ്ഞാനത്താൽ നിറയ്ക്കണമേ. സ്വന്തം ജീവിതവും കുടുംബജീവിതവും ചേർന്ന് നിൽക്കുന്നവരെയും പണിയുവാൻ ഇതെല്ലാം ഉപയോഗിക്കുവാനുള്ള കൃപ നൽകണമേ. അതുകൂടാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ വലിയ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. കൈനീട്ടാം. രോഗികളായിരിക്കുന്ന എല്ലാവരും കർത്താവെ നീ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്ന പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. ചിലപ്പോൾ ഈ ശ്വാസകോശങ്ങൾക്കകത്തായിരിക്കാം നിങ്ങൾക്ക് പ്രശ്നം. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാണ്. നട്ടലിന് പ്രയാസമുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കി. ഈ ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ, സന്ധിവാദം, ആമവാദം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, പരിപൂർണമായൊരു വിടുതൽ എല്ലാവരിലും കൽപ്പിക്കുന്നതിനായി നന്ദി. കരങ്ങൾ നീട്ടുമ്പോൾ ഞാൻ ഈ സഹോദരങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ, അവരുടെ ആവശ്യങ്ങളിൽ നീ കൂടെ നിന്ന് വഴി നടത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണേ. ഗോഡ് ബ്ലസ് യു ഓൾ. സീ ടുമോറോ. ബൈ.